അധ്യാപകർക്കായി PSCയുടെ പുതിയൊരു നിയമനം വന്നിരിക്കുകയാണ്, പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. അധ്യാപകരുടെ അധ്യാപകനാവാനുള്ള ഒരു അവസരമാണ് പുതിയൊരു നോട്ടിഫിക്കേഷനിലൂടെ ഇപ്പോൾ നിലവിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഒരു പോസ്റ്റ് എന്ന് പറയുന്നത് ലെക്ചർ ഇൻ കേരള ജനറൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു പോസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ലെക്ചർ ആവാനുള്ളൊരു അവസരമാണ് വന്നിരിക്കുന്നത്, അതും ഡയറ്റിലാണ്. നമ്മുടെ ഡിസ്ട്രിക്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്ങിലേക്കാണ് ഈ ഒരു ലെക്ചർ പോസ്റ്റ് വന്നിരിക്കുന്നത്. നിരവധി വ്യത്യസ്തമായിട്ടുള്ള സബ്ജക്റ്റുകളിലേക്കാണ് ഇത്തരത്തിലൊരു ലെക്ചർ പോസ്റ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങൾ, ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം, എന്താണ് യോഗ്യത തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ ടീച്ചിങ്ങുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ വീഡിയോസും നമ്മൾ ഈ ഒരു യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കേട്ടിട്ട് ആയിക്കോട്ടെ, അതുപോലെ തന്നെ മറ്റുള്ള PSC പരീക്ഷകളായിക്കോട്ടെ, ടീച്ചിങ്ങുമായി ബന്ധപ്പെട്ട എല്ലാ വാർത്തകളും വിശേഷങ്ങളും അതുമായി ബന്ധപ്പെട്ട പരീക്ഷകളുടെ അപ്ഡേറ്റും അതുപോലെ സ്റ്റഡി നോട്ട്സുകളും വീഡിയോസും ഒക്കെ നമ്മുടെ ചാനലിൽ ലഭ്യമാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതും തന്നെ ഇത് ഏതൊക്കെ സബ്ജക്റ്റുകളിലാണ് ഈ ഒരു ലെക്ചർ പോസ്റ്റ് വന്നിരിക്കുന്നത് നമുക്ക് നോക്കാം. മലയാളം ഉണ്ട്, അതുപോലെ തന്നെ ഇംഗ്ലീഷ്, ഹിന്ദി, അറബിക്ക്, അസസ്മെൻറ്റ് ആൻഡ് ഇവാലുവേഷൻ, എഡ്യൂക്കേഷണൽ ടെക്നോളജി ആൻഡ് മെറ്റീരിയൽ ഡെവലപ്മെൻറ്റ്, ലൈഫ് സയൻസ്, വൊക്കേഷണൽ എഡ്യൂക്കേഷൻ തുടങ്ങി ഇനിയും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ ഈ മലയാളത്തിനും അതുപോലെ തന്നെ ഇംഗ്ലീഷ്, ഹിന്ദി, അറബിക്ക്, അതുപോലെ തന്നെ ലൈഫ് സയൻസ്, അപ്പോൾ ഈ വിഷയത്തിലൊക്കെ നമ്മൾ എൻട്രിയിൽ കോച്ചിങ് നമ്മൾ ആരംഭിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ഒക്കെ അറിയണമെങ്കിൽ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ടാകും, അതുപോലെ തന്നെ പിൻ കമൻറ്റിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ കോഴ്സിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ പറ്റുന്നതാണ്. ഇനി ഇത് കൂടാതെ ഡിസ്ട്രിക്ട് റിസോഴ്സ് സെൻറ്റർ, അതുപോലെ തന്നെ ഫിസിക്സ്, കെമിസ്ട്രി, സോഷ്യൽ സയൻസ്, ജോഗ്രഫി, മാത്തമാറ്റിക്സ്, കൊമേഴ്സ്, ഫിസിക്കൽ എഡ്യൂക്കേഷൻ, സർവേ അനാലിസിസ്, ഇത്രയും സബ്ജക്റ്റുകളിലേക്കാണ്, വിഷയങ്ങളിലേക്കാണ് ലെക്ചർ എന്നുള്ള പോസ്റ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ ഫിസിക്സും അതുപോലെ തന്നെ കെമിസ്ട്രി, അതുപോലെ സോഷ്യൽ സയൻസ്, മാത്തമാറ്റിക്സ്, കൊമേഴ്സ്, ഇതിലൊക്കെ തന്നെ നമ്മൾ എൻട്രിയിൽ കോഴ്സ് ഉണ്ടാകും. അപ്പോൾ നേരത്തെ പറഞ്ഞ മലയാളം സബ്ജക്റ്റ് പറയപ്പെട്ട ഇംഗ്ലീഷ്, അറബിക് സബ്ജക്റ്റിലും ഈ പറയപ്പെട്ട സബ്ജക്റ്റിലൊക്കെ നമ്മൾ കോച്ചിങ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് താഴെ ആ നമ്പറിൽ വിളിച്ച് കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അപ്പോൾ ഈ ഒരു പോസ്റ്റിലേക്കാണ് ഇത്രയും പോസ്റ്റുകളിലേക്കാണ് നിലവിൽ PSC വിളിച്ചിരിക്കുന്നത്, നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. ദെൻ ഡിപ്പാർട്ട്മെൻറ്റ് ഒന്നുകൂടെ പറയാം, ഡിപ്പാർട്ട്മെൻറ്റ് കേരള ജനറൽ എഡ്യൂക്കേഷൻ അഥവാ ഡയറ്റിലേക്കാണ് നിലവിൽ ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത് അത്യാവശ്യം ആകർഷകമായിട്ടുള്ളൊരു ശമ്പളമാണ്. 55,200 മുതൽ 1,15,300 രൂപ വരെ ബേസിക് സാലറി ലഭ്യമാകുന്ന ഒരു തസ്തികയാണിത്. ഞാൻ പറഞ്ഞു, അധ്യാപകരുടെ അധ്യാപകനാവാനുള്ള ഒരു അവസരമാണ് ഈ ഒരു പോസ്റ്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഏജ് ലിമിറ്റ് നോക്കിയേ, 22-40 വയസ്സാണ് ഏജ് ലിമിറ്റായിട്ട് PSC നൽകിയിരിക്കുന്നത്. അതായത് നിങ്ങൾ 1982 ജനുവരി 2-നും അതുപോലെ തന്നെ 2000 ജനുവരി 1-നും ഇടയിൽ പ്രായമുള്ളവരാണെങ്കിൽ, അതിനിടയിൽ ജനിച്ചവരാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതേസമയം തന്നെ ഏജ് റിലാക്സേഷൻ ഉണ്ട്. നമ്മുടെ ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ്സിന് 5 വർഷത്തെയും അതുപോലെ തന്നെ അതർ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റീസ് ആണെങ്കിൽ 3 വർഷത്തെയും വയസ്സിലും കൂടി ഉണ്ടായിരിക്കുന്നതാണ് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു പ്രായക്കാർക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു പ്രായത്തിലുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യാം. ഇനി എല്ലാവരും നോക്കുന്നതിൻ്റെ ക്വാളിഫിക്കേഷൻസ് ആണ്. എന്താണ് ഇതിന് അപ്ലൈ ചെയ്യാനുള്ളൊരു ക്വാളിഫിക്കേഷനാണ് എല്ലാവരും നോക്കുന്നത്. ഒന്നാമത്തെ കാര്യം, 3 കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് മാസ്റ്റർ ഡിഗ്രിയാണ്. അതായത് നമ്മൾ നേരത്തെ ഓരോ സബ്ജക്റ്റ് വെച്ചും പറഞ്ഞു. അപ്പോൾ ഓരോ സബ്ജക്റ്റിലും വ്യത്യസ്തമായിട്ടുള്ള സബ്ജക്റ്റിലുള്ള മാസ്റ്റർ ഡിഗ്രി ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ MEd ഉണ്ടായിരിക്കണം. ഈ മാസ്റ്റർ ഡിഗ്രി എന്ന് പറയുന്നത് 50% കുറയാതെ മാർക്ക് ഉണ്ടാവണം. അതുപോലെ തന്നെ MEd ഉണ്ടായിരിക്കണം കേട്ടോ. ഇപ്പോൾ PGയോടൊപ്പം തന്നെ MEdഉം വേണം. അത് രണ്ടാമത്തെ ക്വാളിഫിക്കേഷനാണ്. മൂന്നാമത്തെന്ന് പറയുന്നത് നിങ്ങൾക്ക് ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റ് പാസ്സായിരിക്കണം. അതൊന്നെങ്കിൽ നിങ്ങൾക്ക് നെറ്റ് മതി, നാഷണൽ ടെസ്റ്റ് മതി, പാസ്സായാൽ മതിയായിരിക്കും. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സെറ്റ് ഉണ്ടായിരിക്കണം. അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് MPhil ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ PhD ഉണ്ടായിരിക്കും. ഇതിലേതെങ്കിലും ഒന്ന് മതി. ഒന്നെങ്കിൽ MPhil ഉണ്ടായിരുന്നാൽ മതി, അല്ലെങ്കിൽ PhD മതി, അല്ലെങ്കിൽ സെറ്റ് പാസ്സായാൽ മതി, അല്ലെങ്കിൽ നെറ്റ് പാസ്സായാൽ മതി. അപ്പോൾ ഈ പറയപ്പെട്ട 3 ക്വാളിഫിക്കേഷൻ ഉള്ള ആൾക്കാർക്ക്, അതായത് മാസ്റ്റർ ഡിഗ്രി, PG ഉണ്ടായിരിക്കണം, അതുപോലെ തന്നെ MEd ഉണ്ടായിരിക്കണം, ഈ പറയപ്പെട്ട 3-ൽ ഏതെങ്കിലും ഒന്ന് ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കും. ഇത്രയും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു തസ്തികയിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇനി ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ, ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഒക്ടോബറാണ്. ഒക്ടോബർ മാസം 19-ാം തീയതി വരെ, അതായത് വെനസ്ഡേ ആണ്. വെനസ്ഡേ 12 മണി വരെ നിങ്ങൾക്ക്, രാത്രി 12 മണി വരെ സമയമുണ്ട്. അപ്പോൾ അതുവരെ നിൽക്കണ്ട. നിങ്ങൾ ഈ പറയപ്പെട്ട യോഗ്യതകളൊക്കെ ഉള്ളവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വലിയ അവസരം മുതലെടുക്കാനായിട്ട് ശ്രമിക്കുക. ഒപ്പം തന്നെ നിങ്ങൾക്ക് അറിയുന്ന സുഹൃത്തുക്കൾക്ക് ഇത്തരത്തിലുള്ള ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ അവരിലേക്കൂടെ ഈ ഒരു വീഡിയോ എത്തിക്കാനായിട്ട് ശ്രമിക്കുക. ഞാൻ നേരത്തെ പറയപ്പെട്ട സബ്ജക്റ്റുകൾക്ക് നമ്മൾ കോച്ചിങ് നൽകുന്നുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ താഴെയുള്ള നമ്പറിൽ നിങ്ങൾക്ക് വിളിച്ചാൽ ലഭ്യമാകുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.